രാമ 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 പാഹി മാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം രാമ 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 പാഹി മാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. അധ്യാത്മരാമായണം കിഷ്കിന്ധാകാണ്ഡം താരോപദേശം. എന്തിനു ശോകം വൃഥാതവ കേൾക്ക നീ, ബന്ധമില്ലേതുമിതിന്നു മനോഹരേ. നിന്നുടെ ഭർത്താവ് ദേഹമോ ജീവനോ, ധന്യേ പരമാർത്ഥമെന്നോടു ചൊല്ലു നീ. പഞ്ചഭൂതാത്മകം ദേഹമേറ്റം ജഡം സഞ്ചിതം ത്വം മാംസരക്താസ്ഥി കൊണ്ടടോ. നിശ്ചേഷ്ടകാഷ്ഠതുല്യം ദേഹമോർക്ക നീ, നിശ്ചയമാത്മാവു ജീവൻ നിരാമയൻ. ഇല്ല ജനനം മരണവുമില്ല കേളല്ലലുണ്ടാകായകതു നിനച്ചേതുമേ. നിൽക്കയുമില്ല നടക്കയുമില്ല കേൾ, ദുഃഖവിഷയവുമല്ലതു കേവലം. സ്ത്രീ പുരുഷ ക്ലീബഭേദങ്ങളുമില്ല, താപശീതാദിയുമില്ലെന്നറിക നീ. സർവകൻ ജീവനേകൻ പരനദ്വയനവ്യയനാകാശതുല്യനലേപകൻ. ശുദ്ധമായി നിത്യമായി ജ്ഞാനാത്മകമായ തത്വമോർത്തെന്തു ദുഃഖത്തിനു കാരണം. രാമവാക്യാമൃതം കേട്ടൊരു താരയും രാമനോടാശു ചോദിച്ചിതു പിന്നെയും. നിശ്ചേഷ്ടകാഷ്ഠതുല്യം ദേഹമായതും സച്ചിദാത്മാ നിത്യമായതു ജീവനും. ദുഃഖസുഖാദി സംബന്ധമാർക്കെന്നുള്ളതൊക്കെ അരുൾ ചെയ്യുക വേണം ദയാനിധേ എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ. ധന്യേ രഹസ്യമായുള്ളതു കേൾക്ക നീ. യാതൊരളവു ദേഹേന്ദ്രിയാഹങ്കാരഭേദഭാവേന സംബന്ധമുണ്ടായി വരും, അത്ര നാളേക്കും ആത്മാവിനു സംസാരമെത്തും അവിവേക കാരണാൽ നിർണയം. ഓർക്കിൽ മിഥ്യാഭൂതമായ സംസാരവും പാർക്ക താനെ വിനിവർത്തിക്കയില്ലടോ. നാനാവിഷയങ്ങളെ ധ്യായമാനനാം മാനവനെങ്ങനെയെന്നതും കേൾക്ക നീ. മിഥ്യാഗമം നിജസ്വപ്നെ യഥാ തഥാ, ദേഹാഭിമാനജ ദുഃഖവും പോക്കിനാൾ. ആത്മാനുഭൂതി കൊണ്ടാശു സന്തുഷ്ടയായി ആത്മബോധേന ജീവൻ മുക്തയായിനാൾ. മോക്ഷപ്രദനായ രാഘവൻ തന്നോടു കാൽക്ഷണം സംഗമമാത്രേണ താരയും ഭക്തി മുഴുത്തിട്ടനാദിബന്ധം തീർന്നു മുക്തയായാളൊരു നാരിയെന്നാകിലും. വ്യഗ്രമെല്ലാം അകലെപ്പോയി തെളിഞ്ഞതു സുഗ്രീവനുമിവ കേട്ടോരനന്തരം. അജ്ഞാനമെല്ലാം അകന്നു സൗഖ്യം പൂണ്ടു വിജ്ഞാനമോടതിസ്വസ്ഥനായാന്തുലോം. മിഥ്യാഗമം നിജസ്വപ്നേ യഥാ തഥാ, സത്യമായുള്ളതു കേട്ടാലുമെങ്കിലോ. നൂനമനാദ്യ വിദ്യാബന്ധഹേതുന താനാമഹങ്കൃതിക്കാശു തൽക്കാര്യമായി. സംസാരമുണ്ടാമപാർത്ഥകമായതും സംസാരമോ രാഗരോഷാദിസങ്കുലം. മാനസം സംസാരകാരണമായതും മാനസത്തിനു ബന്ധം ഭവിക്കുന്നതും. ആത്മമനസ്സമാനത്വം ഭവിക്കയാൽ ആത്മനസ്തൽകൃതബന്ധം ഭവിക്കുന്നു. രക്താദി സാന്നിധ്യമുണ്ടാക കാരണം ശുദ്ധ സ്ഫടികവും തദ്വർണമായി വരും. വസ്തുതയാ പാർക്കിലില്ല തദ്രഞ്ജന, ചിത്തെ നിരൂപിച്ചു കാണുക നീ സൂക്ഷ്മമായി. ബുദ്ധീന്ദ്രിയാദി സാമീപ്യമുണ്ടാകയാലെത്തും ആത്മാവിനു സംസാരവും ബലാൽ. ആത്മസ്വലിംഗമായൊരു മനസ്സിനെ താൽപര്യമോട് പരിഗ്രഹിച്ചിട്ടല്ലോ തൽസ്വഭാവങ്ങളായുള്ള കാമങ്ങളെ സത്വാദികളാം ഗുണങ്ങളാൽ ബദ്ധനായി സേവിക്കയാൽ അവശത്വം കലർന്നതു ഭാവിക്കൊണ്ടു സംസാരേ വലയുന്നു. ആദൗ മനോഗുണാൻ സൃഷ്ട്വാ തതസ്തദാ, വേദം വിധിക്കും ബഹുവിധ കർമ്മങ്ങൾ
ശുക്ലരക്താസിത ഭേദഗതികളായി മിക്കതും തൽസമാന പ്രഭാവങ്ങളായി. ഇങ്ങനെ കർമ്മവശേന ജീവൻ ബലാലെങ്ങുമാഭൂതപ്ലവം ഭ്രമിച്ചിടുന്നു. ഇങ്ങനെ കർമ്മവശേന ജീവൻ ബലാലെങ്ങുമാഭൂതപ്ലവം ഭ്രമിച്ചിടുന്നു. പിന്നെ സമസ്ത സംഹാരകാലേ ജീവനന്നും അനാദ്യ വിദ്യാവശം പ്രാപിച്ചു തിഷ്ഠത്യഭിനിവേശത്താൽ പുനരഥ സൃഷ്ടികാലേ പൂർവവാസനയാ സമം ജായതേ ഭൂയോ ഘടീയന്ത്രവത്സദാ മായാബലത്താലതാർക്കൊഴിക്കാമിടോ. യാതൊരിക്കൽ നിജപുണ്യവിശേഷേണ ചേതസി സൽസംഗതി ലഭിച്ചിടുന്നു. മൽഭക്തനായ ശാന്താത്മാവിനു പുനരപ്പോൾ അവൻ മതി മദ്വിഷയാദൃഢം. ശ്രദ്ധയുമുണ്ടാം കഥാശ്രവണേ മമ ശുദ്ധസ്വരൂപ വിജ്ഞാനവും ജായതേ. സൽഗുരുനാഥപ്രസാദേന മാനസേ മുഖ്യവാക്യാർത്ഥ വിജ്ഞാനമുണ്ടായി വരും. ദേഹേന്ദ്രിയമനപ്രാണാദികളിൽ നിന്നാഹന്ത വേറൊന്നു നൂനമാത്മാവിതു. സത്യമാനന്ദമേകം പരമദ്വയം നിത്യം നിരുപമം നിഷ്കളം നിർഗുണം. ഇത്തമറിയുമ്പോൾ മുക്തനാമപ്പോഴേ സത്യം മയോദിതം സത്യം മയോദിതം. യാതൊരുത്തൻ വിചാരിക്കുന്നതിങ്ങനെ ചേതസി സംസാര ദുഃഖമവനില്ല. നീയും മയാ പ്രോക്തമോർത്തു വിശുദ്ധയായി മായാവിമോഹം കളകമനോഹരേ. കർമ്മബന്ധത്തിങ്കൽ നിന്നുടൻ വേർപെട്ടു നിർമ്മല ബ്രഹ്മണി തന്നെ ലയിക്ക നീ. ചിത്തേ നിനക്കു കഴിഞ്ഞ ജന്മത്തിങ്കൽ എത്രയും ഭക്തിയുണ്ടെങ്കിൽ അതുകൊണ്ടു രൂപവുമേവും നിനക്കു കാട്ടിത്തന്നു. താപമിനി കളഞ്ഞാലും അശേഷം നീ മദ്രൂപമീദൃശം ധ്യാനിച്ചുകൊള്ളുകയും മദ്വചനത്തെ വിചാരിച്ചുകൊള്ളുകയും ചെയ്താൽ നിനക്കു മോക്ഷം വരും നിർണയം. കൈതവമല്ല പറഞ്ഞതു കേവലം. ശ്രീരാമവാക്യമാനന്ദേന കേട്ടോരു താരയും വിസ്മയം പൂണ്ടു വണങ്ങിനാൾ. മോഹമകന്നു തെളിഞ്ഞിതു ചിത്തവും ദേഹാഭിമാനജ ദുഃഖവും പോക്കിനാൾ. ആത്മാനുഭൂതി കൊണ്ടാശു സന്തുഷ്ടയായ ആത്മബോധേന ജീവൻ മുക്തയായിനാൾ. മോക്ഷപ്രദനായ രാഘവൻ തന്നോടു കാൽക്ഷണം സംഗമമാത്രേണ താരയും ഭക്തി മുഴുത്തിട്ടനാദിബന്ധം തീർന്നു. മുക്തയായാളൊരു നാരി എന്നാകിലും വ്യഗ്രമെല്ലാം അകലെപ്പോയി തെളിഞ്ഞിതു. സുഗ്രീവനുമിവ കേട്ടോരനന്തരം അജ്ഞാനമെല്ലാം അകന്നു സൗഖ്യം പൂണ്ടു വിജ്ഞാനമോടതിസ്വസ്ഥനായാൻതുലോ. സുഗ്രീവരാജ്യാഭിഷേകം. സുഗ്രീവനോടരുൾ ചെയ്താനന്തരമഗ്രജപുത്രനാമംഗദൻ തന്നെയും മുന്നിട്ടു സംസ്കാരമാദി കർമ്മങ്ങളെ പുണ്യാഹ പര്യന്തമാഹന്ത ചെയ്യുക നീ. രാമാജ്ഞയാ തെളിഞ്ഞാശു സുഗ്രീവനും ആമോദപൂർവം ഒരുക്കിത്തുടങ്ങിനാൻ. സൗമ്യയായുള്ളൊരു താരയും പുത്രനും ബ്രാഹ്മണരും അമാത്യപ്രധാനന്മാരും പൗരജനങ്ങളുമായി നൃപേന്ദ്രോചിതം ഭേരി മൃദംഗാദിവാദ്യഘോഷത്തോടും ശാസ്ത്രോക്തമാർഗേണ കർമ്മം കഴിച്ചഥ സ്നാത്വാ ജഗാമ രഘൂത്തമസന്നിധൗ. മന്ത്രികളോടും പ്രണമ്യ പാദാംബുജമന്തർമുദാ പറഞ്ഞാൻ കവിപുങ്കവൻ. രാജ്യത്തെ രക്ഷിച്ചുകൊള്ളുക വേണമിനി പൂജ്യനാകും നിന്തിരുവടി സാദരം. ദാസനായുള്ളോരടിയനിനി തവ ശാസനയും പരിപാലിച്ചു സന്തതം. ദേവദേവേശ തേ പാദപത്മദ്വയം സേവിച്ചുകൊള്ളുവൻ ലക്ഷ്മണനെ പോലെ. സുഗ്രീവ വാക്കുകൾ ഇത്തരം കേട്ടുടൻ അഗ്രേ ചിരിച്ചരുൾ ചെയ്തു രഘുത്തമൻ. നീ തന്നെ ഞാൻ, അതിനില്ലൊരു സംശയം. പ്രീതനായി പോയാലും ആശു മമാജ്ഞയാ. രാജ്യാധിപത്യം നിനക്കു തന്നേനിനി പൂജ്യനായി ചെന്നഭിഷേകം കഴിക്ക നീ. നൂനമൊരു നഗരം പോവുകയുമില്ല ഞാനോ 14 സംവത്സരത്തോളം.
സൗമിത്രി ചെയ്യും അഭിഷേകമാതരാൽ സാമർഥ്യമുള്ള കുമാരനെ പിന്നെ നീ യൗവരാജ്യാർത്ഥം അഭിഷേചയ പ്രഭോ. സർവമധീനം നിനക്കു രാജ്യം സഖേ. ബാലിയെപ്പോലെ പരിപാലനം ചെയ്തു ബാലനെയും പരിപാലിച്ചുകൊള്ളുക നീ. അദ്രിശിഖരെ വസിക്കുന്നതുണ്ടു ഞാൻ അദ്യ പ്രഭൃതി ചാതുർമാസ്യമാകുലാൽ. പിന്നെ വർഷം കഴിഞ്ഞാൽ അനന്തരം അന്വേഷണാർത്ഥം പ്രയത്നങ്ങൾ ചെയ്യുക നീ. തന്വങ്കിതാനിരിപ്പേടമറിഞ്ഞു വന്നെന്നോട് ചൊൽകയും വേണം മമ സഖേ. അത്ര നാളും പുരത്തിങ്കൽ വസിക്ക നീ നിത്യസുഖത്തോടും ധാരാത്മജൈസമം. രാഘവൻ തന്നോടനുജ്ഞയും കൈക്കൊണ്ടു വേഗേന സൗമിത്രിയോട് സുഗ്രീവനും ചെന്നു പുരിബുക്കഭിഷേകവും ചെയ്തു വന്നിതു രാമാന്തികേ സുമിത്രാത്മജൻ. സോദരനോടും പ്രവർഷണാഖ്യേ ഗിരോ സാദരം ചെന്നു കരേറി രഘൂത്തമൻ. ഉന്നത ഊർധ്വശിഖരം പ്രവേശിച്ചു നിന്ന നേരം ഒരു ഗഹ്വരം കാണായി. സ്ഫാടികാദീപ്തി കലർന്നു വിളങ്ങിന ഹാടകദേശം മണിപ്രവരോജ്വലം. വാദപരിഷഹിമാതപവാരണം പാദപവൃന്ദഫലമൂലസഞ്ചിതം. തത്രൈവ വാസായ യോജയാമാസ സൗമിത്രിണാ ശ്രീരാമഭദ്രൻ മനോഹരൻ. സിദ്ധയോഗീന്ദ്രാദിഭക്തജനം തഥാ മർത്യവേഷം പൂണ്ട നാരായണൻ തന്നെ പക്ഷിമൃഗാദിരൂപം ധരിച്ചന്വഹം പക്ഷിധ്വജനെ ഭജിച്ചു തുടങ്ങിനാർ. സ്ഥാവരജംഗമജാതികളേവരും ദേവനെ കണ്ടു സുഖിച്ചു മരുവിനാർ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.